പാലത്തായി കേസിൽ വെളിപ്പെടുത്തലുമായി CPM നേതാവ് CPM കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം P. ഹരീന്ദ്രനാണ് വെളിപ്പെടുത്തലുമായി രംഗത്തെത്തിയത്. ലീഗിന്റെയും SDPIയുടെയും നീക്കം വർഗീയപരമായിരുന്നുവെന്നും പ്രതികരണമുണ്ട്. പ്രതിസ്ഥാനത്ത് ഹിന്ദു ആയതുകൊണ്ടാണ് മുസ്ലിം ലീഗും SDPIയും പ്രശ്നത്തിൽ ഇടപെട്ടത്. ഉസ്താദുമാർ പ്രതിസ്ഥാനത്ത് വന്ന എത്ര കേസുകളിൽ SDPIയും മുസ്ലിം ലീഗും പ്രതികരിച്ചിട്ടുണ്ടെന്നും P. ഹരീന്ദ്രൻ ചോദിക്കുന്നു. ഉണ്ടാക്കിക്കൊണ്ടുവരാനാണ് പരിശ്രമിച്ചത്. അന്നും ഇന്നും എല്ലാ കാലത്തും അവർക്ക് ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ: പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടിക്ക് എന്തെങ്കിലും പിന്തുണ നൽകുക, സഹായം നൽകുക എന്നതിനേക്കാൾ ഉപരിയായി ഈ പീഡനത്തെ CPMനെതിരായി തിരിച്ചുവിടുക എന്നത് മാത്രമാണ് അവർ അന്നും ഇന്നും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം. ഞാൻ ചോദിക്കുന്നു, ഈ പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടികളോടുള്ള സഹതാപമായിരുന്നുവെങ്കിൽ, അതിനുള്ള പിന്തുണയായിരുന്നുവെങ്കിൽ, ഈ കേരളത്തിൽ ഉസ്താദുമാര് പീഡിപ്പിച്ച എത്ര പെൺകുട്ടികളുടെ വാർത്ത, ആൺകുട്ടികളുടെ വാർത്ത നമ്മൾ കണ്ടിട്ടുണ്ട്? ഏത് ഉസ്താദ് പീഡിപ്പിച്ച കേസാണ് ഇവിടെ ഇത്രയും വിവാദമായിട്ടുള്ളത്? ആ കേസിൽ എന്ത് സംഭവിച്ചുവെന്ന് ഈ നാടാരെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടോ? ചർച്ച ചെയ്തിട്ടുണ്ടോ? നിങ്ങളുടെ പ്രശ്നം പീഡിപ്പിക്കപ്പെട്ടു എന്നുള്ളതല്ല. പീഡിപ്പിച്ചത് ഹിന്ദുവാണ്, പീഡിപ്പിക്കപ്പെട്ടത് മുസ്ലിം പെൺകുട്ടിയാണ്. ആ ഒരൊറ്റ ചിന്ത മാത്രമാണ് SDPക്കാരുടെ ചിന്ത. അത് കുടുസായ ചിന്തയാണ്, ലീഗിന്റെ ചിന്തയാണ്, അത് വർഗീയതയാണ്. അല്ലാതെ ഈ കേരളത്തിൽ എത്ര ഉസ്താദുമാര് എത്ര കുട്ടികളെ പീഡിപ്പിച്ചു? ആണ് പെണ്ണ് വ്യത്യാസമില്ലാതെ പീഡിപ്പിച്ചില്ലേ? ആ കേസിൽ എന്ത് സംഭവിച്ചുവെന്ന് ഇവരാരെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടോ? അതിന്റെ പേരിൽ ഏതെങ്കിലും ആക്ഷൻ കമ്മിറ്റി ഉണ്ടോ? എന്തെങ്കിലും പ്രസംഗമുണ്ടോ? എന്തെങ്കിലും മുദ്രാവാക്യമുണ്ടോ? ഇല്ലല്ലോ. യെസ്, മിഥുൻ പിള്ള ചേർന്നത് വിശദാംശങ്ങൾ നൽകാനായി. മിഥുൻ, ചിലപ്പോഴൊക്കെ ഇങ്ങനെ സത്യങ്ങൾ വിളിച്ചു പറയാറുണ്ട് CPM. പക്ഷേ ഇനിയിപ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാം, സ്വാഭാവികമായിട്ടും ഇത് മാധ്യമങ്ങൾ വളച്ചൊടിച്ചാണെന്നുള്ള പ്രതികരണമൊക്കെ വരുമായിരിക്കാം. എന്തായാലും കാത്തിരിക്കാം. പക്ഷേ ഇത്തരത്തിലൊരു സാഹചര്യം അവിടെ വലിയ രീതിയിൽ തന്നെ കണ്ണൂരിൽ വിശേഷിച്ച് CPMനുള്ളിൽ തന്നെ സ്വാഭാവികമായി ഇത്തരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് എന്നതിൻ്റെ ഒരു തെളിവ് കൂടിയായി ഇത് വ്യാഖ്യാനിക്കട്ടെ. തീർച്ചയായും നമുക്കറിയാം, ഈ പാലത്തായി കേസിന്റെ തുടക്കം വലിയ ആരോപണങ്ങൾ ഉയർന്നൊരു കേസാണ്. പലതരത്തിലും അധ്യാപകനായ പത്മരാജനെ ഈ കേസിൽ കുടുക്കിയതാണെന്നുള്ള ആരോപണം അടക്കം വലിയ തോതിൽ ഉയർന്നു വരികയും അതിന് തെളിവായി അന്നത്തെ ADGP ശ്രീജിത്തിന്റെ ശബ്ദ സന്ദേശം അടക്കം പുറത്തു വരികയും നമ്മൾ കണ്ടതാണ്. അന്ന് തൊട്ടേ BJP ഇത് പറയുന്നുണ്ട്, ഇത് കെട്ടിച്ചമച്ച കേസാണ്, ഇതിന് പിന്നിൽ പല ദുരൂഹതകളും ഉണ്ട് എന്നുള്ളത്. അത് സാധൂകരിക്കുന്ന രീതിയിലുള്ള ഒരു പ്രതികരണമാണ് ഇപ്പോൾ CPMന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം P. ഹരീന്ദ്രന്റെ വാക്കുകൾ വന്നിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞത്, ഇത് കൃത്യമായും മുസ്ലിം ലീഗും SDPയും ഓപ്പറേറ്റ് ചെയ്ത്, അല്ലെങ്കിൽ അവരുടെ ഒരു സമ്മർദ്ദം ഉണ്ടായിരുന്നു ഈ കേസിന്റെ പിന്നിൽ എന്നുള്ളതാണ്. അതായത് പ്രതി ഹിന്ദു ആയതുകൊണ്ടാണ് മുസ്ലിം ലീഗും SDPയും പ്രശ്നത്തിൽ ഇടപെട്ടതെന്ന് ഹരീന്ദ്രൻ കൃത്യമായി പറയുന്നുണ്ട്. മാത്രമല്ല, ഈ ലീഗിന്റെയും SDPയുടെ നീക്കം കൃത്യം വർഗീയപരമാണ്. ഉസ്താദുമാർ കുട്ടികളെ പീഡിപ്പിക്കുന്ന സംഭവങ്ങളിൽ ലീഗോ SDPയോ ഇടപെടാറുണ്ടോ എന്നും ഈ CPM നേതാവ് പറയുന്നുണ്ട്. മാത്രമല്ല, പെൺകുട്ടിക്ക് നീതി വാങ്ങിക്കൊടുക്കുകയായിരുന്നില്ല ഇവരുടെ ലക്ഷ്യമെന്നും ഹരീന്ദ്രൻ പറയുന്നുണ്ട്. ഏത് ഉസ്താദ് പ്രതിയായ കേസാണ് ഇത്രയും വിവാദം ഉണ്ടാക്കിയത്? അതിന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഗ്രൂപ്പോ അല്ലെങ്കിൽ അത്തരത്തിൽ എന്തെങ്കിലും സംഘടനാപരമായി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നടക്കമുള്ള ചോദ്യങ്ങളും ഹരീന്ദ്രൻ ഉന്നയിക്കുന്നുണ്ട്. മാത്രമല്ല, ഇതിന്റെ പേരിൽ CPMനെതിരെ ഒരു ആയുധമാക്കാനുള്ള ശ്രമവും SDPയും ലീഗും നടത്തിയെന്നും അദ്ദേഹം ആരോപിക്കുന്നുണ്ട്. അതായത് കഴിഞ്ഞ കാലങ്ങളിൽ എന്തൊക്കെയാണോ BJP പറഞ്ഞുകൊണ്ടിരിക്കുന്ന അതേ കാര്യങ്ങൾ ശരിവെക്കുന്ന രീതിയിലുള്ള ഒരു പ്രതികരണം തന്നെയാണ് ഇപ്പോൾ CPMന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം P. ഹരീന്ദ്രന്റെ വാക്കുകളിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. ശ്യാം, അല്ല, ഇതിൽ ഇനിയിപ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാം ഇതൊക്കെ സ്വാഭാവികമായിട്ടും മാധ്യമങ്ങൾ വളച്ചൊടിച്ചതാണെന്നൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, ഈ ഉസ്താദുമാരൊക്കെ എത്ര പീഡനങ്ങളിൽ പ്രതിയാണ്, അതിലൊക്കെ ഏതെങ്കിലും രീതിയിൽ ഇരകൾക്ക് വേണ്ടി ഇപ്പോൾ SDPI അത്ര വലിയ സംഭവമാണെങ്കിൽ, ഈ മുസ്ലിം ലീഗ് വലിയ സംഭവമാണെങ്കിൽ എല്ലാവർക്കും ഒരേ ഇരവാദം ഉണ്ടാവണ്ടേ? അല്ലെങ്കിൽ എല്ലാ ഇരകൾക്കും വേണ്ടി മുന്നിട്ടിറങ്ങാൻ അവർ തയ്യാറാവണ്ടേ? അപ്പൊ അവിടെ തന്നെ ഈ കേസിന്റെ മെറിറ്റ് ചോദ്യം ചെയ്യപ്പെടുകയല്ലേ? തീർച്ചയായും അത് തന്നെയാണ് ഇദ്ദേഹത്തിന്റെ പ്രതികരണത്തിലൂടെ മനസ്സിലാവുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. അത് തന്നെയാണ്. കാരണം അദ്ദേഹം എടുത്തു പറഞ്ഞത്, ഏത് ഉസ്താദുമാർ പീഡിപ്പിച്ച കേസാണ് ഇത്രയും വിവാദമായിട്ടുള്ളത്? ആ കേസിന് എന്ത് സംഭവിച്ചെന്ന് ആരും നോക്കാറില്ല. അതിന്റെ പേരിൽ ആക്ഷൻ കമ്മിറ്റിയും രൂപീകരിക്കപ്പെട്ടിട്ടില്ല. നിങ്ങളുടെ പ്രശ്നം പീഡിപ്പിക്കപ്പെട്ടത് എന്നതല്ല, പീഡിപ്പിച്ചത് ഹിന്ദുവാണ്, പീഡിപ്പിക്കപ്പെട്ടത് മുസ്ലിമാണ് എന്ന ഒറ്റ ചിന്ത മാത്രമാണ് എന്നാണ് ഹരീന്ദ്രൻ പറയുന്നത്. ഏതായാലും കൃത്യമായ വർഗീയ ഇടപെടൽ ഈ കേസിൽ ഉണ്ടായിട്ടുണ്ട്. പത്മരാജനെ കേസിൽ കൊടുക്കുന്നതിൽ വർഗീയപരമായ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ പെട്ടെന്ന് തിരിച്ചെത്തായി ഇപ്പോൾ അഡ്വക്കേറ്റ് പ്രേംരാജ്, അഭിഭാഷകൻ കൂടി
ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നുണ്ട്. അഡ്വക്കേറ്റ് പ്രേംരാജ്, ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇതിൽ CPM-ന്റെ ജില്ലാ സെക്രട്ടറിയുടെ മെമ്പറാണ് കൃത്യമായി തന്നെ ഒരു പ്രതികരണവുമായി രംഗത്ത് വരുന്നത്. എത്രത്തോളം ഈ രീതിയിൽ നമുക്ക് ഇതിനെ വ്യാഖ്യാനിക്കാൻ സാധിക്കും? നമുക്ക് മനസ്സിലാക്കാം. കാരണം ആദ്യഘട്ടത്തിൽ തന്നെ ഈ കേസിൽ ശൈലജ ടീച്ചറായാലും പി ജയരാജനായാലും ഇതില് കള്ളത്തരമുണ്ട് എന്നുള്ള ഒരു സംസാരം ഉണ്ടായിരുന്നു. ഹലോ, കേൾക്കാം ശ്രീ പ്രേംരാജ്. അപ്പൊ അങ്ങനെ ഒരു സംസാരം ആദ്യഘട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോ പിന്നീട് ഈ ജമാഅത്തെ ഇസ്ലാമി മറ്റുള്ള ആളുകൾ ഏറ്റെടുത്തതിന് ശേഷമാണ് ഈ കേസിലെ ട്വിസ്റ്റ് ആയത്. പിന്നീട് CPM ആദ്യത്തെ സ്റ്റാൻഡ് ഉപേക്ഷിക്കുകയും അവർ പൂർണ്ണമായും വർഗീയ ശക്തികൾക്ക് അടിമപ്പെട്ട് ഈ കേസിൽ അട്ടിമറി നടത്താനുള്ള എല്ലാ സാഹചര്യം ഒരുക്കുകയുമായിരുന്നു അവർ ചെയ്തിരുന്നത്. ഞാൻ രണ്ട് പ്രധാനപ്പെട്ട കാര്യം പറയാം. ഈ കേസ് വർഗീയവൽക്കരിക്കപ്പെട്ടു എന്ന CPM ജില്ലാ കമ്മിറ്റി അംഗത്തിന്റെ പ്രസ്താവനയോട് കൂടിയിട്ട് ഞാൻ ഒരു കാര്യം പറയാം. ഇതിൽ വിക്ടിമൈസ് ചെയ്യപ്പെട്ട പത്മനാഭനെ പോലെ വിക്ടിമൈസ് ചെയ്യപ്പെട്ട 2 കൗൺസിലർമാർ കൂടിയുണ്ട് ആ വിധിയിൽ. നിങ്ങൾ അവരുടെ അന്വേഷിച്ച് നോക്കാം. ഈ ഞാൻ അവരുടെ പേരെടുത്ത് പറയുന്നില്ല, 2 കൗൺസിലർമാരും വനിതാ സൈക്കോളജിസ്റ്റും കൗൺസിലറും 2 പേരും BJP-യുമായോ RSS-ഉമായോ ബന്ധമുള്ള ആളുകളല്ല. എന്ന് മാത്രമല്ല, അവർ അടിയുറച്ച കമ്മ്യൂണിസ്റ്റ് കുടുംബത്തിൽ നിന്ന് വരുന്ന 2 വിദ്യാസമ്പന്നരായ 2 കൗൺസിലർമാരാണ്, സൈക്കോളജിസ്റ്റാണ്. അവരെയാണ് അവർക്ക് എന്താണ് പത്മനാഭനോട് താല്പര്യം? അതുപോലെ MA അബ്ദുറഹീം പത്തനംതിട്ട സ്വദേശിയാണ്. അദ്ദേഹം ഇപ്പോൾ അഡീഷണൽ SP ആണ്. അദ്ദേഹം ക്രൈംബ്രാഞ്ച് DYSP ആയിരിക്കെ ഈ കേസിലെ മൂന്നാമത്, അതായത് ഈ 2 കൗൺസിലർമാരെ ഈ കേസിലേക്ക് ഇൻവോൾവ് ചെയ്യിക്കുന്നതിൽ ഒരു റീസൺ പറഞ്ഞിരിക്കുന്നത് പൊയിലൂരിൽ കൊണ്ടുപോയി മറ്റൊരാൾ, അൺനോൺ ആയിട്ടുള്ള മറ്റൊരാൾ പീഡിപ്പിച്ചു എന്ന ആരോപണത്തെ കുറിച്ചും കുട്ടിയിൽ നിന്ന് എൻക്വയറി ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു. 2/5/2020 തീയതി കുട്ടിയുടെ മാതാവ് ക്രൈംബ്രാഞ്ച് സൂപ്രണ്ടിന് നൽകിയ പരാതിയിൽ ഈ കുട്ടി ആദ്യം തന്നെ പൊയിലൂരിൽ കൊണ്ടുപോയി എന്നും അവിടെ വെച്ച് പീഡിപ്പിച്ചു, മറ്റൊരാൾ പീഡിപ്പിച്ചു എന്നും അമ്പലത്തിൽ കൊണ്ടുപോയി എന്നും അത് അന്വേഷിക്കണമെന്നും ആദ്യത്തെ അന്വേഷണ ഏജൻസിക്ക് മുൻപാകെ ഈ കാര്യം പറഞ്ഞിരുന്നുവെന്നും പക്ഷെ ലോക്കൽ പോലീസ് അത് മുഖവിലക്കെടുത്തിട്ടില്ല എന്നും അതുകൊണ്ട് ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക അന്വേഷണ സംഘം അത് അന്വേഷിക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടായിരുന്നു പരാതി നൽകിയത്. ആ പരാതി ക്രൈംബ്രാഞ്ചിന്റെ ഹെഡ്ക്വാർട്ടേഴ്സിൽ പോയി പെറ്റീഷൻ എൻക്വയറി രജിസ്റ്ററിൽ പെറ്റീഷൻ നമ്പറായി എൻട്രി ചെയ്താണ് അത് ഇവിടേക്ക് വന്നിരിക്കുന്നത്. ഈ എൻക്വയറി ആയിട്ട് കണ്ണൂർ ക്രൈംബ്രാഞ്ചിലേക്ക് വന്നിരിക്കുന്നത്. ആ പരാതിയിലെ ആരോപണം അന്വേഷിക്കുന്നതും അതുമായിട്ട് ബന്ധപ്പെട്ട് കുട്ടിയോട് വിവരങ്ങൾ ചോദിച്ചറിയുമായിരുന്നു കൗൺസിലർമാർക്ക് കിട്ടിയ നിർദ്ദേശം. എന്നാൽ അത് ബഹുമാനപ്പെട്ട കോടതിയുടെ കണ്ടെത്തൽ എന്ന് പറയുന്നത് ഈ കഥ, അതായത് ഈ പൊയിലൂര് കൊണ്ടുപോയി കുട്ടിയെ പീഡിപ്പിച്ചു എന്ന് പറയുന്നത് പോലീസ് കെട്ടിച്ചമച്ച, അതായത് കേസ് അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് ലോക്കൽ പോലീസും ക്രൈംബ്രാഞ്ചിന്റെ ഉന്നതതല അന്വേഷണ സംഘവും ഈ കൗൺസിലർമാരും ചേർന്ന് കെട്ടിച്ചമച്ച ഒരു ഫെയറി ടൈലാണ്, ഫാബ്രിക്കേറ്റഡ് ആയ ഒരു സ്റ്റോറിയാണ് ആ പൊയിലൂര് കൊണ്ടുപോയി പീഡിപ്പിച്ചെന്ന്. ആ അധ്യാപകന് ഇപ്പോഴും ജീവപര്യന്തം, മരണം വരെ ജീവപര്യന്തം ശിക്ഷിക്കപ്പെട്ട് ഉള്ളിൽ കിടക്കേണ്ട ഒരു ഗതി വരുമായിരുന്നില്ലേ അത് അബ്ദുറഹീം സാറ് അന്വേഷിച്ചിട്ടില്ലായിരുന്നെങ്കിൽ? അപ്പൊ അദ്ദേഹം പറഞ്ഞ റിപ്പോർട്ടിന്റെ അവസാനത്തെ വാക്ക് ഞാൻ പറയാം. പൊളിറ്റിക്കലി ആൻഡ് കമ്മ്യൂണലി മോട്ടിവേറ്റഡ് കേസ്, കംപ്ലീറ്റ്ലി ഫാബ്രിക്കേറ്റഡ് കേസ്, സോ നോ ഫർദർ ആക്ഷൻ ഈസ് റെക്കമെൻഡഡ് ഇൻ ദിസ് ആസ്പെക്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. പൊളിറ്റിക്കലി ആൻഡ് കമ്മ്യൂണലി മോട്ടിവേറ്റഡ് കേസ്. ഈ പൊളിറ്റിക്കലി ആൻഡ് കമ്മ്യൂണലി മോട്ടിവേറ്റഡ് കേസ് എന്ന റിപ്പോർട്ട് എനിക്കിപ്പോ ആ എൻക്വയറി റിപ്പോർട്ടിന്റെ കോപ്പി എനിക്ക് കിട്ടിയിട്ടുണ്ട്, അതിന്റെ ഫുൾ കോപ്പി കിട്ടിയിട്ടുണ്ട്. ആദ്യം എന്റെ അടുത്ത് ചെറിയൊരു കോപ്പി മാത്രമേ ഉണ്ടായിരുന്നു, ഞാൻ കുറയുന്നത് പകർത്തിയെടുത്തു. അത് ശ്രീ ഹരീന്ദ്രൻ കണ്ടിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഹരീന്ദ്രൻ അത് പൊളിറ്റിക്കലി കമ്മ്യൂണലി മോട്ടിവേറ്റഡ് ആണെന്ന് പറയുന്നത് ഇപ്പോൾ. കാരണം ആ കേസിൽ കൗൺസിലിംഗ് നടത്തിയ 2 കൗൺസിലേഴ്സും ഈ പത്മനാഭന് BJP-യുമായോ RSS-ഉമായോ ഒരു കുലബന്ധം പോലും ഇല്ലാത്ത 2 ആളുകളാണ്. ആ ഉദ്യോഗസ്ഥര് പോലും ഇതിൽ വിക്ടിമൈസ് ചെയ്യപ്പെട്ടു ഇപ്പോഴ്. കാരണം നമ്മൾ ഒരാളുടെ രക്തത്തിന് വേണ്ടി തുടിക്കുന്ന സമയത്ത് മനസ്സിലാക്കേണ്ടത്, അപ്പൊ അതില് പലരും, അതായത് നിരപരാധിയായ ഒരാൾ ശിക്ഷിക്കപ്പെടുമ്പോൾ അതിൽ പലരും വിക്ടിമൈസ് ചെയ്യപ്പെടുന്നു. ഒരു എക്സാമ്പിൾ കൂടി ഞാൻ പറയാം. കാസർഗോഡ് സ്വദേശിയായ ശ്രീ അബ്ദുറഹീം, വേറൊരു അബ്ദുറഹീം DYSP, അദ്ദേഹം ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു. കാരണം ഈ പോക്സോ ഏറ്റവും കൂടുതൽ ദുരുപയോഗം ചെയ്യുന്നത് റഹീം ചെമ്മനാട് എന്നാണ്. ആ പോസ്റ്റ് ഞാൻ അയച്ചു തരാം.
റഹീം ചെമ്മനാടുന്ന അദ്ദേഹത്തിന്റെ ഇപ്പൊ റിട്ടയറായി DSP. അദ്ദേഹം ഈ കേസിന്റെ കാര്യങ്ങൾ പറഞ്ഞിട്ട് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, തെറ്റായ ഒരാളെ നിങ്ങൾ നിരപരാധിയ ഒരാളെ ജയിലിൽ അടക്കുകയോ അല്ലെങ്കിൽ അയാളെ ഉപദ്രവിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ തിരിച്ച് നിങ്ങളുടെ കുടുംബവും തലമുറയും അതിന്റെ പാപഭാരങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും എന്നും കൂടി വിശുദ്ധ ഖുറാനിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് ഈ പാലത്തായി കേസിൽ മുറവിളി കൂട്ടുന്ന ഈ ആളുകൾ ഓർക്കണം എന്ന് ജമായത്തെ ഇസ്ലാമിയുടെ ഒരു പ്രവർത്തകൻ കൂടിയായ അബ്ദുറഹ്മാൻ DSP ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കഴിഞ്ഞ ദിവസം എനിക്ക് കാണാനിടയായി. ഞാൻ അദ്ദേഹത്തെ വിളിച്ച് സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞ അയാൾ 100% നിരപരാധിയാണ്, ഈ കേസിന്റെ നാളുവഴിയിൽ അറിയാം. ആ രീതിയിലാണ് വന്നിരിക്കുന്നത്. പൊളിറ്റിക്കലി ആൻഡ് കമ്മ്യൂണിറ്റി മോട്ടിവേറ്റഡ് എന്ന് കൃത്യമായിട്ട് അബ്ദുറഹീം എഴുതിയെടുത്തത്. തീർച്ചയായും പ്രേംരാജ്, അത് വ്യക്തമാണ് ശ്രീ പ്രേംരാജ്. കാരണം അതുകൊണ്ടായിരിക്കാം ഈ വിഷയത്തിൽ കൃത്യമായി തന്നെ CPM നേതൃത്വത്തിനും അറിയാവുന്ന സാഹചര്യമായതുകൊണ്ടാണ് ഇപ്പോൾ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ എന്ന വളരെ പ്രധാനപ്പെട്ട ചുമതല വഹിക്കുന്ന ഒരു CPMന്റെ പ്രമുഖ നേതാവ് കൂടിയാണ് ഇപ്പോൾ ഈ വിഷയം കൃത്യമായി തന്നെ ചൂണ്ടിക്കാണിച്ചത്. PCR അദ്ദേഹത്തിന്റെ പ്രതികരണം ഒരിക്കൽ കൂടി ഒന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. ദയവായി ഒരു നിമിഷം കൂടി അദ്ദേഹത്തിന്റെ പ്രതികരണം ഒരിക്കൽ കൂടി. വിവാദങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടുവരാനാണ് അവർ ശ്രമിച്ചത് അന്നും ഇന്നും. എല്ലാ കാലത്തും അവർക്ക് ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ, പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടിക്ക് എന്തെങ്കിലും പിന്തുണ നൽകുക, സഹായം നൽകുക എന്നതിനേക്കാൾ ഉപരിയായി ഈ പീഡനത്തെ CPMനിലായി തിരിച്ചുവിടുക എന്നത് മാത്രമാണ് അവർ അന്നും ഇന്നും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം. ഞാൻ ചോദിക്കുന്നു, ഈ പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടികളോടുള്ള സഹതാപമായിരുന്നുവെങ്കിൽ, അതിനുള്ള പിന്തുണയായിരുന്നുവെങ്കിൽ ഈ കേരളത്തിൽ ഉസ്താദുമാര് പീഡിപ്പിച്ച എത്ര പെൺകുട്ടികളുടെ വാർത്ത, ആൺകുട്ടികളുടെ വാർത്ത നമ്മൾ കണ്ടിട്ടുണ്ട്? ഏത് ഉസ്താദ് പീഡിപ്പിച്ച കേസാണ് ഇവിടെ ഇത്രയും വിവാദമായിട്ടുള്ളത്? ആ കേസിന് എന്ത് സംഭവിച്ചുവെന്ന് ഈ നാടാരെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടോ? ചർച്ച ചെയ്തിട്ടുണ്ടോ? നിങ്ങളുടെ പ്രശ്നം പീഡിപ്പിക്കപ്പെട്ടു എന്നുള്ളതല്ല, പീഡിപ്പിച്ചത് ഹിന്ദുവാണ്, പീഡിപ്പിക്കപ്പെട്ടത് മുസ്ലിം പെൺകുട്ടിയാണ്. ആ ഒരൊറ്റ ചിന്ത മാത്രമാണ് SDPക്കാരുടെ ചിന്ത. അത് കുടുസായ ചിന്തയാണ്, ലീഗിന്റെ ചിന്തയാണ്, അത് വർഗീയതയാണ്. അല്ലാതെ ഈ കേരളത്തിൽ എത്ര ഉസ്താദുമാര് എത്ര കുട്ടികളെ പീഡിപ്പിച്ചു? ആണ് പെണ്ണ് വ്യത്യാസമില്ലാതെ പീഡിപ്പിച്ചില്ലേ? ആ കേസിൽ എന്ത് സംഭവിച്ചുവെന്ന് ഇവരാരെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടോ? അതിന്റെ പേരിൽ ഏതെങ്കിലും ആക്ഷൻ കമ്മിറ്റി ഉണ്ടോ? എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? എന്തെങ്കിലും